കോമഡി പറയട്ടെ, തുടങ്ങട്ടെ. ഇപ്പൊ എനിക്ക് തിരി വന്നു. ഹായ്, അവര് മനസ്സിലാക്കട്ടെ ഞാൻ ഇത്തിരി കോമഡിയാണ്. പറയട്ടെ, ഹായ് ശ്രീരാജെ. ഇങ്ങനെ ഹായ് ഇങ്ങനെ വന്നല്ലോ. ഹായ് പറഞ്ഞിക്കട്ടെ. ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇറാനി ചായ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചായ അല്ല, ഇതൊരു ദം കാറ്റഗറിയിൽ വരുന്ന ചായയാണ്. അപ്പൊ നേരെ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് കിടക്കാം. രണ്ടുപേർക്ക് കുടിക്കാനുള്ള രീതിക്കാണ് ഞാൻ ഇറാനി ചായ വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇടുന്നു. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ 3 ടീസ്പൂൺ ആണ് പഞ്ചസാര ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. തേയില വെള്ളം തിളച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഇത് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇത് കടയിൽ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക തരം ഈ ദം ഇടുന്ന ഒരു പാത്രമുണ്ട്. ഇവിടെ ഞങ്ങൾ ദം ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നോർമൽ മിൽക്ക് വെച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ ഇന്നലെ നോർമൽ മിൽക്ക് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് മലായി കിട്ടിയില്ല. ഇനി അതിലേക്ക് നമ്മൾ പാൽപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡക്ഷൻ ഓൺ ചെയ്യുന്നതിന് മുൻപാണ് ഇത് ചെയ്യേണ്ടത്. ഇല്ല, നമ്മൾ പാല് ചൂടാക്കിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പാൽപ്പൊടി കട്ട പിടിച്ച് വരും. അപ്പോൾ മാക്സിമം നമ്മളിത് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ ഇത് നന്നായി ഇളക്കി പാലുമായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒരുപാട് മധുരം ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതും നമ്മൾ ഇൻഡക്ഷൻ ഓഫ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇൻഡക്ഷൻ ഓൺ ചെയ്യുക. ഇപ്പൊ ഇത് നന്നായി കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം പാൽപ്പൊടിയാണോ ഇതിൽ ആഡ് ചെയ്യുന്നത് അത്രത്തോളം ഇത് ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ പാല് മാറ്റി വെച്ച് ആദ്യം ദമ്മിട്ട് വെച്ച തേയില വെള്ളം നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് ദമ്മാക്കിയ തേയില വെള്ളം ഈക്വൽ അളവിൽ നമുക്ക് 2 ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തേയില വെള്ളത്തിന് ഒരുപാട് കട്ടിയില്ലാത്ത പോലെ തോന്നും, പക്ഷെ അത് നല്ല കട്ടിയുണ്ട്. ഇവിടുത്തെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഒക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് അത് അറിയാത്ത കേട്ടോ. നേരത്തെ മാറ്റി വെച്ച പാല് തേയില വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ ഈക്വൽ അളവായിട്ട് അതേ കപ്പിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി മലായും കൂടെ നമ്മുടെ ചായയുടെ മേലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇറാനി ചായ പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. ടിൽ ദെൻ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.